അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PC ജോർജിനെ പിന്തുണയ്ക്കാൻ LDF അംഗങ്ങളുടെ തീരുമാനം, LDF MLA-മാരുടെ തീരുമാനം. ഇതിന്റെ വിശദാംശങ്ങളുമായി മിനീഷ് ചേരുന്നു. മിനീഷ്, വിശദാംശങ്ങളിലേക്ക് പോയാൽ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം PC ജോർജിനെ നിയമസഭാംഗത്തിൽ നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് സ്പീക്കറുടെ പരിഗണനയ്ക്ക് നടക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവെടുപ്പും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവ് നൽകാൻ കഴിയുന്ന വ്യക്തികളിൽ നിന്നും മൊഴിയും സ്പീക്കർ രേഖപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും VM സുധീരൻ അടക്കമുള്ള നേതാക്കൾ എത്തി മൊഴി നൽകിയിരുന്നു. കോൺഗ്രസിന്റെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ PC ജോർജിന് എതിരെ മൊഴി നൽകിയിരുന്നു. PC ജോർജ് മുന്നണിയിൽ നിന്നുകൊണ്ട് തന്നെ മുന്നണിക്കും അതുപോലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാർട്ടിക്കെതിരായും അരുവിക്കര തെരഞ്ഞെടുപ്പിൽ പ്രചരണങ്ങൾ നടത്തി. മറ്റൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർത്തുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു. അത് UDF-നും അതുപോലെ തന്നെ പാർട്ടിക്കും ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് PC ജോർജിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തോമസ് ഉണ്ണിയാർ അടക്കമുള്ളവർ പരാതി നൽകിയിരിക്കുന്നത്. അത് സ്പീക്കറുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നു. അതിനുശേഷമാണ് സ്പീക്കർ മുഖ്യമന്ത്രി VM സുധീരൻ അടക്കമുള്ള ആൾക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയത്. അവർ അന്ന് PC ജോർജിനെതിരായി മൊഴി നൽകി. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം സ്പീക്കർ മൊഴി നൽകാനായിട്ട് VS സുനിൽകുമാർ MLA അവധി അപേക്ഷിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് PC ജോർജിന് അനുകൂലമായി മൊഴി നൽകിയിരിക്കുന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്നൊരു വിവരം. ഇപ്പോഴും അവിടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ശരി മിനീഷാണ് വിവരങ്ങൾ നൽകിയത്.